വിലാപത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് ജനസാഗരം. വിലാപയാത്രയിൽ അണപൊട്ടിയത് സ്നേഹത്തിന്റെ കടലിരമ്പം. ഗുരുഭവനപുരി മാലിന്യപ്പുഴയായി മാറി. ഗുരുവായൂർ കിഴക്കേ നടയിൽ റോഡിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകുന്നു. ഭക്തരും പ്രദേശവാസികളും ദുരിതത്തിൽ. ചാലക്കുടി വെട്ടുകടവ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് ഗതാഗതം നിരോധിച്ച പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ നടപടി നാട്ടുകാർ തടഞ്ഞു. ചാലക്കുടി മേലൂർ റോഡിലെ ഗതാഗതമാണ് ഉദ്യോഗസ്ഥർ തടഞ്ഞത്. ഇരിങ്ങാലക്കുട ഠാണ ചന്തകുന്ന് റോഡ് വികസനം 1 വർഷം പിന്നിട്ടിട്ടും ആരംഭിക്കാനായില്ല. കുഴികൾ രൂപപ്പെട്ട റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറാകാതെ അധികൃതർ. കർക്കിടക വാവുബലി തർപ്പണം നാളെ. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും ഒരുങ്ങി. സുരക്ഷയൊരുക്കി പോലീസ്. കോടാലി മുരുക്കുങ്ങലിലേക്കുള്ള റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. അപകടഭീതിയിൽ യാത്രക്കാർ. കെട്ടിടം അപകടാവസ്ഥയിലായതോടെ കുണ്ടൂരിലെ തിരുമുക്കുളം ഗ്രാമീണ വായനശാലയുടെ പ്രവർത്തനം നിലച്ചു. ചോർന്നൊലിച്ച് ജീർണാവസ്ഥയിലായ ഇരുനില കെട്ടിടം അടച്ചിട്ടിട്ട് 1 വർഷം പിന്നിടുന്നു. നമസ്കാരം. വാർത്തകൾ വിശദമായി. പുന്നപ്രയുടെ സമരനായകന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് ജനസാഗരം. കേരളത്തിന്റെ സമര ജീവിതത്തെ സ്നേഹവായ്പോടെ ചേർത്തണച്ച വീട്ടിൽ നിന്നും പാർട്ടി ഓഫീസിൽ നിന്നും എന്നേക്കുമായി VS മടങ്ങി. ആലപ്പുഴ പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലും പാർട്ടി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ പതിനായിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ശക്തമായ മഴയിലും VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുവാൻ ജനലക്ഷങ്ങൾ കടലിരമ്പം തീർത്തു. ജനത്തിരക്ക് മൂലം പൊതുദർശനത്തിന്റെയും സംസ്കാര ചടങ്ങുകളുടെയും സമയക്രമങ്ങളിലും മാറ്റം വരുത്തേണ്ടി വന്നു. തിരുവനന്തപുരം മുതൽ വേലിക്കകത്ത് വീട് വരെ റോഡിന്റെ ഇരുവശങ്ങളിലുമായി തടിച്ചുകൂടിയ 10,000-കണക്കിന് ആളുകളുടെ സ്നേഹവായ്പ ഏറ്റുവാങ്ങിയാണ് വിലാപയാത്ര വീട്ടിലെത്തിയത്. പുന്നപ്രയുടെ സമരപുത്രനെ വികാരഭരിതമായാണ് ആലപ്പുഴക്കാർ ഏറ്റുവാങ്ങിയത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ച് മാളയിൽ മൌനജാഥ നടത്തി. തുടർന്ന് നടന്ന സർവകക്ഷി അനുസ്മരണ യോഗത്തിൽ CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവീസ്, CPI മണ്ഡലം സെക്രട്ടറി MR അപ്പുകുട്ടൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ, KV വസന്തകുമാർ, KC വർഗീസ്, ബിനിൽ പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ചാലക്കുടിയിൽ സർവകക്ഷി യോഗം ചേർന്നു. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. MLA TJ സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, മുൻ MLA-മാരായ BD ദേവസി, AK ചന്ദ്രൻ, VO പൈലപ്പൻ, CPI മണ്ഡലം സെക്രട്ടറി CV ജോഫി, പോളി ഡേവിസ്, പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, SNDP യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ കൊടുങ്ങല്ലൂരിൽ നടന്ന സർവകക്ഷി യോഗം അനുശോചിച്ചു. CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സർവകക്ഷി അനുശോചന യോഗത്തിൽ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, വിവിധ പാർട്ടി പ്രതിനിധികളായ PP സുഭാഷ്, CC വിപിൻ ചന്ദ്രൻ, TP രഘുനാഥ്, KR ജൈത്രൻ, KP സുനിൽകുമാർ, വിദ്യാസാഗർ തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രത്തിൽ ഉയർന്നു വന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി, ദീർഘകാലം MLA ആയി ഗുരുപവനപുരി മാലിന്യപ്പുഴയായി മാറി. ഗുരുവായൂർ കിഴക്കേ നടയിൽ റോഡിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകുന്നു. അരുണോദയം ടൂറിസ്റ്റ് ഹോമിന് മുന്നിൽ നിന്നുള്ള മാലിന്യം കിഴക്കേ നടപ്പുര വരെ എത്തി. ചെരുപ്പിടാതെ ക്ഷേത്രത്തിലേക്ക് പോകുന്നവർക്ക് ഇത് ചവിട്ടാതെ പോകാനാകാത്ത സ്ഥിതിയായി. ഇതുമൂലം GUP സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും ദുരിതത്തിലായി. ദുർഗന്ധം മൂലം സമീപത്തെ ടാക്സി സ്റ്റാൻഡിൽ ഉള്ളവരും വ്യാപാരികളും ബുദ്ധിമുട്ടിലായി. അഴുക്കുചാൽ പദ്ധതിയിലേക്ക് ബന്ധിപ്പിക്കുന്ന അരുണോദയം ടൂറിസ്റ്റ് ഹോമിന് മുന്നിലെ സൈഡ് ചേംബറിൽ നിന്നാണ് മാലിന്യം പുറത്തേക്കൊഴുകിയത്. വാട്ടർ അതോറിറ്റിയുടെ അഴുക്കുചാൽ ലൈനിൽ ബ്ലോക്ക് ആയതിനെ തുടർന്ന് ഓവർഫ്ലോ ആയതാണെന്ന് സ്ഥാപനോടമ പറഞ്ഞു. നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി സ്ഥാപനത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വാട്ടർ അതോറിറ്റിയോടും വിശദീകരണം ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ഗുരുവായൂർ. ചാലക്കുടി വെട്ടുകടവ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ച പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ നടപടി നാട്ടുകാർ തടഞ്ഞു. ചാലക്കുടി മേലൂർ റോഡിലെ ഗതാഗതമാണ് ഉദ്യോഗസ്ഥർ തടഞ്ഞത്. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ എറണാകുളം ഭാഗത്തേക്കുള്ള ബദൽ സംവിധാനമായി യാത്രക്കാർ ഉപയോഗിക്കുന്നത് വെട്ടുകടവ് റോഡാണ്. റോഡ് തടഞ്ഞതോടെ നിരവധി വാഹന യാത്രക്കാർ ദുരിതത്തിലായി. ഇതോടെ ചാലക്കുടി നഗരസഭ പ്രതിപക്ഷ നേതാവ് CS സുരേഷിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ രംഗത്തെത്തി. വിവരമറിഞ്ഞ് ചാലക്കുടി പോലീസും സ്ഥലത്തെത്തി. കരാറുകാരനുമായി ചർച്ച നടത്തുകയും ഒറ്റവരി ഗതാഗതത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്ന ധാരണയിലെത്തി. കോൺക്രീറ്റ് ടൈൽസ് വിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PA പോളി, പരിസ്ഥിതി പ്രവർത്തകൻ ജയൻ ജോസഫ് പട്ടത്ത് എന്നിവരും പ്രതിഷേധ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഏക ആശ്രയമുള്ള റോഡാണ് ഈ വെട്ടൂർ പാലം വഴി മാർക്കറ്റ് വഴി വന്നു ചേരുന്നത്. മേലൂർക്കും അല്ലെങ്കിൽ എറണാകുളമൊക്കെ പോകുന്നത് ആൾക്കാർ ഇതിലാണ്. അത് പൂർണ്ണമായിട്ട് അടയ്ക്കാനുള്ള തീരുമാനമെടുത്തത് ഇപ്പോൾ എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് പോലീസും വന്നു, ജയമ്പട്ടത്ത് ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും വന്ന് സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു സൈഡ് തുറന്നു കൊടുത്ത് പണി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പീരീഡ് തീർന്നതിന് ശേഷം അടുത്ത സ്ഥലത്ത് പണിയാനുള്ള തീരുമാനമായി. വളരെയധികം സന്തോഷം. ഇരിങ്ങാലക്കുട ഢാണ ചന്തക്കുന്ന് റോഡ് വികസനത്തിനുള്ള സ്ഥലം ഏറ്റെടുത്ത് 1 വർഷമായിട്ടും നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിട്ടില്ല. ഇതുമൂലം കുഴികൾ രൂപപ്പെട്ട റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ വർഷം ജൂലൈ 15-നാണ് ഇരിങ്ങാലക്കുട ടാണ ചന്തക്കുന്ന് റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇരുവശത്തു നിന്നും സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തിയായി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത്. 100 ദിവസത്തിനകം പണികൾ പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ വലിച്ചതൊഴിച്ചാൽ വൈദ്യുതി കാലുകൾ മാറ്റി സ്ഥാപിക്കുകയോ തുടർ നടപടികളോ ഉണ്ടായിട്ടില്ല. ശക്തമായ മഴയിൽ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. റോഡ് കോൺക്രീറ്റിംഗ് ചെയ്യാനൊരുങ്ങുന്നതിനാൽ കുഴികൾ അടയ്ക്കാനുള്ള നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇരിങ്ങാലക്കുട നഗരത്തിന്റെ പ്രധാനപ്പെട്ട പൂതംകുളം മുതൽ സെന്റ് ജോസഫ്സ് കോളേജ് വരെയുള്ള ടാണ ചന്തക്കുന്ന് റോഡ് 4 വരി വീതിയിൽ വികസിപ്പിക്കുന്നതിനായി സമർപ്പിച്ച പദ്ധതിക്ക് അനുമതിയായതായും പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും KSTP അധികൃതർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാനപാത 2 വരിയിലാണ് നിലവിൽ കോൺക്രീറ്റിംഗ് നടത്തുന്നത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇടവേള. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. 1 ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ.
ആ വാർത്തകൾ തുടരുന്നു. കർക്കിടക വാവ് ബലി നാളെ. തർപ്പണത്തിനായി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും ഒരുങ്ങി. വ്യാഴാഴ്ച പുലർച്ചെ 2:30 ചാവക്കാട് പഞ്ചവടി വാക്കടപ്പുറത്തെ യജ്ഞശാലയിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. 1000 പേർക്ക് വരെ ഒരേ സമയം ഇവിടെ ബലിയിടാൻ കഴിയും. രാവിലെ 10 വരെ ബലിയിടൽ ചടങ്ങുകൾക്ക് സൗകര്യമുണ്ടായിരിക്കും. തൃപ്രയാർ ക്ഷേത്രക്കടവിൽ പുലർച്ചെ 4:30 മുതൽ 10 വരെ ബലിതർപ്പണ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ 3:30 ആരംഭിക്കും. ഒരേ സമയം 800 പേർക്ക് ബലിതർപ്പണത്തിന് സൗകര്യം ഉണ്ടാകും. പ്രഭാത ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. 11 മണിയോടെ ബലിതർപ്പണ ചടങ്ങുകൾ അവസാനിക്കും. ആറാട്ടുപുഴ മന്ദാരക്കടവിൽ പുലർച്ചെ 12:30 മുതൽ രാവിലെ 10 വരെ ബലിതർപ്പണം നടക്കും. ഒരേ സമയം 500 പേർക്ക് ബലിയിടാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ 2 മണിയോടെ ആരംഭിക്കും. വന്നെത്തുന്നവർക്ക് പ്രഭാത ഭക്ഷണവും വിപുലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പാറമേക്കാവ് ശാന്തിഘട്ടിൽ പുലർച്ചെ 4-നാണ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഒരേ സമയം 300ഓളം പേർക്കുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മധ്യ കേരളത്തിലെ ബലിതർപ്പണത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ഭാരതപ്പുഴയുടെ തീരത്തെ തിരുവില്ലാമല പാമ്പാടി ഐവർ മഠത്തിൽ പുലർച്ചെ 4-ന് തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. TCV തൃശൂർ. കർക്കിടക വാവുബലി തർപ്പണ ചടങ്ങുകൾക്ക് വിപുലമായ സുരക്ഷയൊരുക്കി തൃശൂർ റൂറൽ പോലീസ്. ക്രമസമാധാന പാലനത്തിനായി 500 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പ്രത്യേകമായി നിയോഗിച്ചിട്ടുള്ളത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച്, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടി ഡിവൈഎസ്പിമാരുടെ മേൽനോട്ടത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ബലിതർപ്പണം നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും മതിയായ വെളിച്ചം, മുന്നറിയിപ്പ് ബോർഡുകൾ, മൈക്കിലൂടെയുള്ള സുരക്ഷാ അറിയിപ്പുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ, സ്കൂബ സംഘം, രക്ഷാപ്രവർത്തന സംഘം, ആംബുലൻസ് എന്നിവ ഉറപ്പുവരുത്തും. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി കൂടുതൽ വനിതാ പോലീസിനെയും പിങ്ക് പോലീസ് പട്രോളിംഗ് സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. വി സൂര്യനാരായണൻ ഇളയതിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പുലർച്ചെ 4 മണി മുതൽ ബലിതർപ്പണം ആരംഭിക്കും. ബലിതർപ്പണം ഷീട്ടാക്കുന്നതിനുള്ള ടിക്കറ്റ് കൗണ്ടർ പുലർച്ചെ 3 മണി മുതൽ പ്രവർത്തിക്കും. ക്ഷേത്രത്തിൽ കൂടുതൽ ജീവനക്കാരെയും സുരക്ഷാ ജീവനക്കാരെയും നിയോഗിക്കും. ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഉണ്ടാകും. ബലിയിടാൻ എത്തുന്നവർക്ക് ദേവസ്വം ലഘുഭക്ഷണവും നൽകും. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ തിലഹോമവും സായുജ പൂജയും ഉണ്ടാകുമെന്ന് ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് പി പുരുഷോത്തമ പണിക്കർ പറഞ്ഞു. ഏകദേശം 1500-ൽ കൂടുതൽ ഭക്തജനങ്ങളെ ആണ് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണത്തിന് ശേഷം തിലഹോമം, സായുജ്യ പൂജ എന്നിവ നടത്താനുള്ള സംവിധാനം കൂടി ക്ഷേത്രക്ഷേമ സമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 6 മുതൽ തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവയും ഉണ്ടാകും. കോടാലി പൂവാലിത്തോട് പാലത്തിന് സമീപം മുരിക്കങ്ങളിലേക്കുള്ള റോഡിൽ ഗർത്തം രൂപപ്പെട്ടത് ഇതുവഴിയുള്ള യാത്ര അപകട ഭീഷണിയാകുന്നു. സർവീസ് സ്റ്റേഷൻ മുരിക്കുങ്ങൽ റോഡിലെ കൽവർട്ട് പാലത്തിനോട് ചേർന്നാണ് ടാറിട്ട റോഡിൽ മണ്ണിടിഞ്ഞ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. മുരിക്കുങ്ങൽ, താളൂപ്പാടം, മുപ്പിളി പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് കോടാലിയിലേക്ക് എത്താനുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ നിന്ന് മുരിക്കുങ്ങൽ ഭാഗത്തേക്ക് തിരിയുന്ന റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് കൈത്തോടിന് കുറുകെയുള്ള ചെറിയ കോൺക്രീറ്റ് പാലത്തിന്റെ സ്ലാബിനോട് ചേർന്നാണ് ഗർത്തമുണ്ടായിട്ടുള്ളത്. യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകാനായി ഇതിനു ചുറ്റും കല്ലുകൾ സ്ഥാപിച്ച് താൽക്കാലിക സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് നാട്ടുകാർ. മുൻപും ഇവിടെ റോഡരികിലെ മണ്ണിടിഞ്ഞ് അപകട ഭീഷണി ഉണ്ടായിരുന്നു. റോഡിന്റെ ദുർബലാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ മറ്റത്തൂർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെത്തി അപകടാവസ്ഥയിലുള്ള റോഡ് പരിശോധിച്ചതായും ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ച് എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്നും വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ അറിയിച്ചു. ഇവിടുത്തെ ജനങ്ങളൊക്കെ ആശങ്കയിലാണ്. ഏകദേശം ഒരു 25 വർഷം പഴക്കമുള്ളൊരു പാലവും അതിനോടനുബന്ധിച്ചുള്ള റോഡാണ്. പാലത്തിനോട് ചേർന്നാണ് ഇവിടെ പുതിയ രൂപപ്പെട്ടിട്ടുള്ളത്. ഇന്ന് തന്നെ ഗതാഗതം പൂർണ്ണമായിട്ട് ഇവിടെ നിരോധിച്ച് അതിനുശേഷം ഇത് നിർമ്മാണങ്ങൾ ഇതുമായിട്ടുള്ള ഇതിന്റെ ഈ കുഴി അടച്ച് സഞ്ചാരയോഗ്യമാക്കിയതിനു ശേഷം മാത്രം വാഹനങ്ങൾ ഓടിപ്പിച്ചാൽ മതി എന്ന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഉടനെ തന്നെ ഉദ്യോഗസ്ഥരിവിടെ എത്തി അവർ നോക്കി പോയിട്ടുണ്ട്. ഉടനെ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര.
കൊടുങ്ങല്ലൂരിൽ നടുറോഡിൽ ഗർത്തം രൂപപ്പെട്ടു. കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിൽ ചാപ്പാറ സെന്ററിന് സമീപമാണ് 6 അടിയോളം താഴ്ചയുള്ള കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. PWDക്ക് കീഴിലുള്ള KSTP പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് ഈ റോഡ്. റോഡ് നവീകരണ പദ്ധതിയുടെ ഭാഗമായി മറ്റിടങ്ങളിൽ കോൺക്രീറ്റിംഗ് നടന്നുവരികയാണ്. കൊടുങ്ങല്ലൂർ പ്രദേശത്ത് ഇതുവരെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിട്ടില്ല. നടുറോഡിൽ ഗർത്തം രൂപപ്പെട്ടതിൽ BJP പ്രതിഷേധിച്ചു. BJP കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി IS മനോജ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് KS ശിവറാം, മണ്ഡലം സെക്രട്ടറി പ്രജീഷ് ചള്ളിയിൽ, ON ജയദേവൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പെർമനന്റ് ആയിട്ട് മൂടണം, അല്ലാണ്ട് താൽക്കാലികമായിട്ട് മൂടി വീണ്ടും അതാണ് ഈ അവസരത്തിൽ കെട്ടിടം അപകടാവസ്ഥയിലായതോടെ കുണ്ടൂരിൽ പ്രവർത്തിക്കുന്ന തിരുമുക്കുളം ഗ്രാമീണ വായനശാലയുടെ പ്രവർത്തനം നിലച്ചു. ചോർന്നൊലിച്ച് ജീർണാവസ്ഥയിലായ ഇരുനില കെട്ടിടം അടച്ചിട്ടിട്ട് 1 വർഷം പിന്നിടുന്നു. 1951 തുടങ്ങിയ വായനശാലയിലെ 12,000-ഓളം വരുന്ന പുസ്തകങ്ങൾ സമീപത്തെ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ കെട്ടിടത്തിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ജീർണാവസ്ഥയിലായ ഇരുനില കെട്ടിടത്തിന്റെ ഇരുവശവും റോഡുള്ളതിനാൽ അപകട ഭീഷണിയിലാണ്. വായനശാലയുടെ അലമാരകൾ ഉൾപ്പെടെയുള്ള ഫർണിച്ചറുകൾ മഴ നനഞ്ഞ തകർച്ചയിലും. 1.5 സെന്റ് സ്ഥലം മാത്രമാണ് വായനശാലയ്ക്കുള്ളത്. ഇവിടെയുള്ള കെട്ടിടം പൊളിച്ച് പുതിയത് നിർമ്മിക്കണമെങ്കിൽ ചട്ടപ്രകാരം ഏറെ പ്രതിസന്ധിയുമാണ്. ഇതിനാൽ കെട്ടിട നിർമ്മാണത്തിലെ ചട്ടത്തിൽ ഇളവ് അനുവദിക്കണമെന്നാണ് ഭാരവാഹികളുടെ ആവശ്യം. അതേസമയം കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് 2 വർഷങ്ങളിലായി ജില്ലാ പഞ്ചായത്ത് 7 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും കരാറെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ലഭിച്ച 4 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വകമാറ്റി. അതേസമയം ആദ്യം അനുവദിച്ച 3 ലക്ഷം രൂപ നിലവിലുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് അറിയിച്ചു. പഴക്കമുള്ള ഈ കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്താൻ ഫണ്ട് നൽകിയാൽ ജനകീയ സമിതി ഏറ്റെടുക്കുമെന്നാണ് സൂചന. TCV മാള. കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്കൂട്ടറിലെത്തിയ 2-അംഗ സംഘം വയോധികയുടെ മാല പൊട്ടിച്ചു കടന്നു. മംഗളോദയം റോഡിൽ താമസിക്കുന്ന അമ്പലത്തിങ്കൽ വീട്ടിൽ 82 വയസ്സുള്ള ശാരദയുടെ 1.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് കവർന്നത്. സ്കൂട്ടറിൽ വന്ന 2 പേരാണ് വീട്ടിൽ കയറി കവർച്ച നടത്തിയത്. പിടിവലിയിൽ മാലയുടെ ഒരു ഭാഗമാണ് പൊട്ടിച്ചെടുത്തത്. കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ SHO ജയപ്രദീപ്, സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. കടങ്ങോട് മില്ല് സെന്ററിന് സമീപമുള്ള ARD 1882049 എന്ന നമ്പറിലുള്ള റേഷൻ കടയിൽ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ വൻ ക്രമക്കേട് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. റേഷൻ കടയിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണത്തിൽ വൻ ക്രമക്കേടും പൂഴ്ത്തിവെപ്പും നടക്കുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഗോതമ്പ്, അരി എന്നിവയുടെ വിതരണത്തിൽ വൻ ക്രമക്കേട് കണ്ടെത്തിയതായി കണ്ടെത്തി. 12 ചാക്ക് അരിയും 12 ചാക്ക് ഗോതമ്പും സ്റ്റോക്കിൽ കുറവുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. കുന്നംകുളം താലൂക്ക് സപ്ലൈ ഓഫീസർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി എയ്യാൽ സ്വദേശിനിയായ വിദ്യാർത്ഥിനി കോളേജിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കുത്തുകല്ല് ഒലക്കെങ്കിൽ ഔസേപ്പ് മകൾ 21 വയസ്സുള്ള കൃപയാണ് മരിച്ചത്. പനിബാധിതയായിരുന്നു. കുഴഞ്ഞു വീണതിനെ തുടർന്ന് സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചു. ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു. കളി കഴിഞ്ഞ് വീട്ടിലെത്തിയ 14-കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി മുല്ലശ്ശേരി മാടേക്കാട്ട് മണികണ്ഠന്റെ മകൻ 14 വയസ്സുള്ള അതുൽ കൃഷ്ണയാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം കളി കഴിഞ്ഞ് തിരികെ വീട്ടിൽ മടങ്ങിയെത്തിയ അതുൽ കൈകാലുകൾ കഴുകുന്നതിനിടെ തളർന്നു വീഴുകയായിരുന്നു. ഉടൻ തന്നെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കോക്കു ടെക്നിക്കൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആയിരുന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ഗുരുവായൂർ ചവല്ലൂർ പടി താമരപ്പള്ളി റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. റോഡിന്റെ വശങ്ങളിലെ താഴ്ചയും സീബ്ര ലൈനുകൾ ഇല്ലാത്തതും കാരണം അപകടങ്ങൾ പതിവായി. 3 മാസം മുമ്പ് ടാറിംഗ് കഴിഞ്ഞ റോഡിലാണ് അപകടം പതിയിരിക്കുന്നത്. ഇരുവശങ്ങളിലും റോഡും നിലവും തമ്മിൽ 7 ഇഞ്ചിന്റെ അകലമുണ്ട്. ചിലയിടത്തിത് 1 അടിയോളമാണ്. ഇതുമൂലം ഇരുചക്രവാഹനങ്ങൾ തെന്നിവീണ് അപകടം പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. നമ്മൾ റോഡിലേക്ക് കയറുമ്പോൾ ഇവിടെ കുണ്ടായ കാരണം റോഡിലേക്ക് കയറുന്ന നേരത്ത് പെട്ടെന്ന് വണ്ടി ചെരിയും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഈ റോഡിന്റെ പിന്നെ ഫുട്പാത്തും ലെവല് വളരെ വ്യത്യാസമുണ്ട്. ഒരു ഒരടിയിലൊക്കെ വ്യത്യാസങ്ങൾ പല ഭാഗങ്ങളിലുള്ളതുകൊണ്ട് മഴക്കാലമായതുകൊണ്ടും പല ഭാഗത്തും കുട്ടികൾക്ക് വിദ്യാർത്ഥികളായ കുട്ടികൾ ധാരാളം ഉള്ള ഒരു ഏരിയ ആണ് ഇത്. അവർക്ക് പോകുമ്പോൾ സൈഡ് കൊടുക്കുന്ന സമയത്ത് അവർ കാല് വെക്കുന്നത് റോഡ് കഴിഞ്ഞുള്ള ഭാഗത്തേക്ക് ആയതുകൊണ്ട് കാലെത്താതെ വരികയും വെള്ളത്തിൽ അല്ല മറ്റടുത്ത് വീണ് പരുക്ക് ഏൽക്കുകയും നിത്യ സംഭവങ്ങളാണ്. ബ്രഹ്മകുളം സെന്റ് തെരേസാസ് ഗേൾസ് ഹൈസ്കൂൾ, VR അപ്പു മാസ്റ്റർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്താണ്. ഇവിടങ്ങളിലായി 2000-ഓളം കുട്ടികളാണ് പഠിക്കുന്നത്. സ്കൂളുകൾക്ക് മുന്നിൽ സീബ്ര ലൈൻ ഇല്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് പലപ്പോഴും വിദ്യാർത്ഥികൾ രക്ഷപ്പെടുന്നത്. ഞങ്ങളെ ഉമ്മ സ്കൂളിലേക്ക് ആക്കാനും സ്കൂളിലേക്ക് കൊണ്ടുവരാനൊക്കെ ഉമ്മ വരാറുണ്ട്. അപ്പൊ ഞങ്ങൾക്കും ഇത് തന്നെയാണ് അനുഭവം. അപ്പോൾ ഞങ്ങൾ വീഴാനൊക്കെ പോവാറുണ്ട്. പൊതുമരാമത്ത് വകുപ്പിനും MLAയ്ക്കും ഇത് സംബന്ധിച്ച് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് സെന്റ് തെരേസാസ് സ്കൂൾ PTA പ്രസിഡന്റ് ആൻസൺ ആൻഡോ പറഞ്ഞു. റോഡിന്റെ 2 എഡ്ജും ഭയങ്കര ഹൈറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ സൈഡിൽ കുട്ടികൾ വന്നിട്ട് സൈക്കിളിൽ ഇറങ്ങുന്നവരും ഓട്ടോറിക്ഷയിലും മറ്റു വാഹനങ്ങളും വന്നൊക്കെ ഇറങ്ങുന്നവരൊക്കെ വീഴാനുള്ള പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 5-6 മാസമായിട്ടും അതിനുപോലുള്ളൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വളരെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ, നഴ്സറി 1ാം ക്ലാസ് മുതലുള്ള കുട്ടികളുള്ള സ്കൂളിൽ 1000 ചില്ലാനം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അതിൻ്റെ റോഡിൻ്റെ ഇരുവശത്തും ആണ് വാഹനങ്ങൾ വന്ന് ഇറങ്ങുന്നത്. റോഡ് പുതുക്കി നിർമ്മിച്ചതോട് കൂടിയിട്ട് ധാരാളം പേര് വളരെ സ്പീഡിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കുട്ടികൾ സൈഡിൽ വാഹനം ഒതുക്കി നിർത്തുകയും സൈക്കിളിൽ വരുന്ന കുട്ടികൾക്ക് ഇറങ്ങാനും വീഴാനൊക്കെ ധാരാളം സാഹചര്യം ഉണ്ടാകും. അത് അടിയന്തരമായിട്ട് ഇതിനെന്തെങ്കിലും പരിഹാരം കാണും. അപകടം പതിവായതിനെ തുടർന്ന് സ്കൂൾ വിടുന്ന സമയത്ത് അധ്യാപകർ റോഡിൽ ഇറങ്ങി നിന്നാണ് വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഒരുക്കുന്നത്. വലിയ ദുരന്തങ്ങൾക്ക് ഇടവരുത്തുന്നതിന് മുൻപ് പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്ന് വാർഡ് കൗൺസിലർ ഷിൽവ ജോഷി ആവശ്യപ്പെട്ടു. റോഡ് നന്നായി ഉയർത്തിയ കാരണം റോഡിന്റെ എഡ്ജ് വളരെ താഴ്ന്നിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കുട്ടികൾ സൈക്കിളിൽ പോകുമ്പോഴാണെങ്കിലും പേരൻസ് കുട്ടികളെ വന്ന് കൊണ്ടുപോകുമ്പോൾ 2 വീലർ പ്രത്യേകിച്ച് വണ്ടി എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. സീബ്ര ലൈൻ, കുട്ടികൾ റോഡ് ക്രോസ് രണ്ടും സ്കൂൾ അടുത്തായ കാരണം വളരെയധികം കുട്ടികളാണ് വരുന്നത്. നിർമ്മാണം കഴിഞ്ഞ് 2 ആഴ്ചയാകുമ്പോഴേക്കും കൾവർട്ടിന്റെ വശങ്ങൾ ഇടിഞ്ഞു താണിരുന്നു. ഇത് സംബന്ധിച്ച് TCB വാർത്ത നൽകിയതിനെ തുടർന്ന് നേരെയാക്കിയെങ്കിലും വീണ്ടും പഴയപടിയായി. ഇതും അപകട സാധ്യത ഇരട്ടിയാക്കുന്നുണ്ട്. അതേസമയം വശങ്ങളിലെ താഴ്ചയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. താമരപ്പള്ളി ഭാഗത്തു നിന്ന് പ്രവൃത്തികൾ ആരംഭിച്ചപ്പോഴേക്കും മഴയാണ് തടസ്സമായത്. മഴ മാറുന്ന മുറയ്ക്ക് പ്രവർത്തികൾ പൂർണ്ണമാകുമെന്നും അധികൃതർ അറിയിക്കുന്നു. അടിയന്തരമായി വിഷയത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ റോഡ് ഉപരോധമടക്കമുള്ള സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. TCV ഗുരുവായൂർ. കൊടുങ്ങല്ലൂർ എറിയാട് പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മ മരിച്ചു. എറിയാട് ബ്ലോക്കിന് സമീപം നെട്ടുകാരൻ വീട്ടിൽ റഷീദിന്റെ ഭാര്യ 54 വയസ്സുള്ള ലൈലയാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അപകടം. വീട്ടിൽ പാചകം ചെയ്യുന്നതിനിടയിൽ ഗ്യാസ് സ്റ്റോവിൽ നിന്നും തീ പടർന്ന് പൊള്ളലേൽക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ലൈല കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രിയാണ് മരിച്ചത്. ചാവക്കാട് പഞ്ചാരമുക്കയിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പഞ്ചാരമുക്ക് പെട്രോൾ പമ്പിന് സമീപമാണ് അപകടമുണ്ടായത്. മറ്റത്തു നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ വൈദ്യുതി പോസ്റ്റ് തകർന്നതിനാൽ മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. ദേശമംഗലം കൂട്ടുപാത ഒലിച്ചി വളവിൽ ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗവും കാറിന്റെ മുൻഭാഗവും തകർന്നിട്ടുണ്ട്. ചെറുതുരുത്തി പോലീസും നാട്ടുകാരും ചേർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറെ ആശുപത്രിയിലേക്ക് മാറ്റി. VSന്റെ സംസ്കാരം നടക്കുന്നു. തത്സമയ സംപ്രേക്ഷണത്തിലേക്ക്.
VSന്റെ സംസ്കാര ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കേരളത്തിന്റെ സമര ജീവിതത്തെ സ്നേഹവായ്പോടെ ചേർത്തണച്ച VS മടങ്ങുകയാണ്. പുന്നപ്രയുടെ സമരപുത്രനെ വികാരഭരിതമായിട്ടാണ് ഒരു നോക്ക് കാണാനായി 10,000-കണക്കിന് ആളുകൾ എത്തിച്ചേർന്നത്. ഇത്രയും വൈകി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് പോലും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്തിട്ടുള്ള ഒരുപാട് പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണുന്നതിനായി എത്തിച്ചേർന്നത് കൊണ്ട് തന്നെയായിരുന്നു. ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മഴയെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് വലിയൊരു ജനസാഗരം തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്.
ചെയ്യാൻ തയ്യാറാക്കിയ പദ്ധതിയിലേക്ക് എത്തിച്ചേരാൻ. ജ്വലിക്കുന്ന ഓർമ്മകൾ ബാക്കി വെച്ചുകൊണ്ട് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുകളിലെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇത്രയും സമയം കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. മണലിപ്പുഴയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങൾ തൃക്കൂർ സ്വദേശികളായ ദമ്പതികളുടേതെന്ന് തിരിച്ചറിഞ്ഞു. തൃക്കൂർ മുട്ടൻ സുത്രാടം വീട്ടിൽ 62 വയസ്സുള്ള വിജയകുമാർ, ഭാര്യ 59 വയസ്സുള്ള രാജേശ്വരി എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ചയാണ് കടലാശ്ശേരി പാലക്കടവ് പാലത്തിന് സമീപം മണലിപ്പുഴയിൽ നിന്ന് വിജയകുമാറിന്റെയും തൃപ്രയാർ ചെമ്മാപ്പള്ളി കടവിൽ നിന്നും രാജേശ്വരിയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ശനിയാഴ്ച മുതൽ ഇരുവരെയും കാണാതാവുകയായിരുന്നു. ദമ്പതികൾക്ക് പുറമെ മകൻ മനുവും രാജേശ്വരിയുടെ സഹോദരിയുമാണ് മുട്ടൻസിലെ വീട്ടിൽ താമസം. ദമ്പതികളുടെ മകൻ മനു ഏതാനും ദിവസമായി ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിൽ ഇവർ എത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാണാതായ വിവരം പുറത്തറിയുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതികളെക്കുറിച്ചുള്ള വിവരം ലഭ്യമായത്. പയ്യാക്കരയിൽ പാലസ് വില്ല പ്രൊജക്ട് ഉടമയാണ് വിജയകുമാർ. ബന്ധുക്കളെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ശക്തമായ മഴയിൽ 20 അടി ഉയരമുള്ള മതിൽ ഇടിഞ്ഞു വീണു. എളവള്ളി പാറ തിണ്ടിയത്ത് വിമലയുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മതിലാണ് ഇടിഞ്ഞു വീണത്. ഇതോടെ വിമലയുടെ വീടും അപകട ഭീഷണിയിലായി. തിണ്ടിയത്ത് തറവാട് ക്ഷേത്രത്തിനും ചുറ്റുമതിലിനും കേടുപാടുകൾ സംഭവിച്ചു. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. എളവള്ളി പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി. വരന്തരപ്പള്ളിയിൽ 2 മാസം മുമ്പ് ടാറിംഗ് നടത്തിയ ആറ്റപ്പള്ളി നമ്പടിമൂല റോഡ് തകർന്നു. 1 കിലോമീറ്ററിലധികം ദൂരമുള്ള റോഡാണ് കഴിഞ്ഞ മാർച്ചിൽ ടാറിംഗ് പൂർത്തീകരിച്ചത്. 35 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ടാറിട്ട റോഡ് പലയിടത്തും കുണ്ടും കുഴിയും നിറഞ്ഞ നിലയിലാണ്. നിർമ്മാണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ടാറിംഗ് ഇളകിപ്പോയതായും നാട്ടുകാർ ആരോപിച്ചു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ കുഴികൾ രൂപപ്പെട്ടതോടെ യാത്രക്കാർ ദുരിതത്തിലായി. റോഡ് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം വൈസ് പ്രസിഡന്റ് ലിയോ പോൾ വിജിലൻസിൽ പരാതി നൽകി. ടാറിംഗ് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ റോഡ് തകർന്നത് അറിഞ്ഞിട്ടും കരാറുകാരന്റെ മുഴുവൻ ഫണ്ടും പഞ്ചായത്ത് നൽകിയതായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. ടാറിംഗ് നടത്തി മാസങ്ങൾക്കുള്ളിൽ റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് EA ഓമന ധർണ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ലോന പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ പണം നേടാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ ചാലക്കുടി പരിയാരം സ്വദേശിയിൽ നിന്ന് 1,08 ലക്ഷം രൂപ തട്ടിയെടുത്ത് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിലായി. നിലമ്പൂർ സ്വദേശി പുലത്തുവീട്ടിൽ ഷിബിനെയാണ് തൃശൂർ റൂറൽ സൈബർ പോലീസ് നിലമ്പൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. 15 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിലെ പ്രതിയെ ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനും കൂടാതെ വിവിധ വകുപ്പുകൾ പ്രകാരം 13 വർഷം തടവിനും ശിക്ഷിച്ചു. ഇരിങ്ങാലക്കുട സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ സഞ്ജീവിനെയാണ് ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിജ സേതുമാധവൻ ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ബിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. അനാഥാലയത്തിൽ വെച്ച് മരിച്ച വയോധികന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ മകൻ വീട് പൂട്ടിപ്പോയി. വീടിനകത്ത് കയറ്റാൻ കഴിയാതെ പുറത്തുവെച്ച മൃതദേഹം മണിക്കൂറുകൾക്ക് ശേഷം പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി പ്ലാക്കൽ 79 വയസ്സുള്ള
തോമസിന്റെ മൃതദേഹമാണ് വീട്ടിൽ കയറ്റാനാകാതെ പുറത്ത് കിടത്തേണ്ടി വന്നത്. തോമസും ഭാര്യ റോസിലിയും മാസങ്ങളായി വ്യത്യസ്ത അനാഥ മന്ദിരങ്ങളിലാണ് താമസിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് മകനും മരുമകളും ചേർന്ന് മർദ്ദിക്കുന്നതായി കാണിച്ച് തോമസും ഭാര്യ റോസിലിയും അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥ മാലാരമണന്റെ നേതൃത്വത്തിൽ ഇവരെ മണലൂരിലും കാരമുക്കിലുമുള്ള അനാഥ മന്ദിരങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. അരിമ്പൂരിലെ തീപ്പെട്ടി കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു തോമസ്. ബുധനാഴ്ച പുലർച്ചെ മണലൂരിലുള്ള അനാഥാശ്രമത്തിൽ വെച്ച് മരിച്ച തോമസിന്റെ മൃതദേഹം ബന്ധുക്കൾ ചേർന്ന് കൈപ്പള്ളിയിലുള്ള വീട്ടിൽ എത്തിച്ചപ്പോൾ മകൻ വീട് പൂട്ടിയിട്ട് സ്ഥലം വിട്ടതായി നാട്ടുകാർ പറഞ്ഞു. തോമസിന്റെ ഭാര്യയും മകളും ബന്ധുക്കളുമടക്കം വീട്ടുമുറ്റത്ത് മൃതദേഹവുമായി 6 മണിക്കൂറോളം ഇരുന്നു. മകനുമായി പലരും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ ഉച്ചതിരിഞ്ഞ് എറവ് സെന്റ് തെരാസ് കപ്പൽപ്പള്ളി സെമിത്തേരിയിൽ എത്തിച്ച് തോമസിന്റെ മൃതദേഹം ആചാരപ്രകാരം സംസ്കരിച്ചു. TC വിനോസ്, തൃശൂർ. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതികൾ കൂടി പോലീസ് പിടിയിലായി. വാടാനപ്പള്ളി സ്വദേശികളായ വടക്കൻ വീട്ടിൽ അഭിഷേക്, പടിയത്ത് വീട്ടിൽ സഞ്ജയ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 10ആയി. വാടാനപ്പള്ളി നടുവിൽക്കര സ്വദേശിയായ യുവാവിനെയാണ് പ്രതികൾ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധ ഗുണ്ട ബിൻഷാദ് ഉൾപ്പെടെ 8 പ്രതികളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു, വാടാനപ്പള്ളി ഇൻസ്പെക്ടർ NB ഷൈജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. റോഡിലെ കുഴികളിൽ അധികാരികൾ കണ്ണു തുറക്കാത്ത സാഹചര്യത്തിൽ സാമൂഹ്യ പ്രവർത്തകനായ സെയ്ഫുദ്ദീൻ കുഴികൾ അടച്ച് സഞ്ചാരയോഗ്യമാക്കി. ഓട്ടുപാറ ജംഗ്ഷന് സമീപം മേലേമ്പാട് റോഡിലേക്ക് പ്രവേശിക്കുന്ന സ്ലാബിനോട് ചേർന്ന ഭാഗത്താണ് കാലങ്ങളായി വലിയ ഗർത്തങ്ങളുള്ളത്. ഇക്കാര്യം കരാറുകാർ ഉൾപ്പെടെയുള്ളവരോടും ബന്ധപ്പെട്ട വകുപ്പിനോടും ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും പറഞ്ഞുവെങ്കിലും കാര്യമുണ്ടായില്ല. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഈ ഗർത്തത്തിൽ ചാടിമറിഞ്ഞു വീണ് പരിക്കേൽക്കുന്നത് നിത്യസംഭവമായിരുന്നു. തിരക്കൊഴിഞ്ഞ നേരത്ത് ഗർത്തങ്ങളുടെ ഭാഗം സിമന്റും മണലും ഉപയോഗിച്ച് തൊഴിലാളികളെ വെച്ചാണ് കുഴികൾ അടച്ച് ഗതാഗത സഞ്ചാരയോഗ്യമാക്കിയത്. TC ന്യൂസ്, വടക്കാഞ്ചേരി. കരിവന്തല ചക്കങ്കണ്ടം തീരദേശ റോഡിൽ വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയായി തെരുവ് നായകൾ. ഇരുചക്ര വാഹനങ്ങൾക്കാണ് പ്രധാനമായും അപകട ഭീഷണി. വാഹനങ്ങളുടെ മുന്നിലൂടെ നായകൾ മറികടക്കുമ്പോൾ കൂട്ടിയിടിച്ചും നിയന്ത്രണം നഷ്ടപ്പെട്ടുമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് വാഹന യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലേക്കും KK റോഡിലേക്കും കടക്കുന്ന ഭാഗത്തെ റോഡിലെ ഗർത്തം അപകടക്കെണിയാകുന്നു. പൊതുമരാമത്ത് റോഡിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് റോഡിലേക്ക് കടക്കുന്ന ഭാഗത്താണ് അപകടക്കെണിയുള്ളത്. പൊതുമരാമത്ത് റോഡിൽ നിന്ന് 2 അടി മാത്രം വ്യത്യാസത്തിലാണ് വലിയ കുഴിയുള്ളത്. ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറുന്നത് ഈ ഭാഗത്താണ്. ബസ് സ്റ്റാൻഡിന് മുൻപിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷകൾ കയറി വരുന്നത് കുഴി നിറഞ്ഞ റോഡിലേക്കാണ്. തകർന്ന റോഡിലൂടെയാണ് നാലമ്പല തീർത്ഥാടകരുടെ വാഹനങ്ങൾ തിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നതെങ്കിലും നടപ്പാക്കിയിരുന്നില്ല. 100 കണക്കിന് വാഹനങ്ങളാണ് ദിവസവും KK റോഡിലൂടെ പോകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. VS അന്ത്യാഞ്ജലി അർപ്പിച്ച് ജനസാഗരം. വിലാപയാത്രയിൽ അണപ്പൊട്ടിയത് സ്നേഹത്തിന്റെ കടലിരമ്പം. ഗുരുഭവനപുരി മാലിന്യപ്പുഴയായി മാറി. ഗുരുവായൂർ കിഴക്കേനടയിൽ റോഡിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകുന്നു. ഭക്തരും പ്രദേശവാസികളും ദുരിതത്തിൽ. ചാലക്കുടി വെട്ടുകടവ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് ഗതാഗതം നിരോധിച്ച പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ നടപടി നാട്ടുകാർ തടഞ്ഞു. ചാലക്കുടി മേലൂർ റോഡിലെ ഗതാഗതമാണ് ഉദ്യോഗസ്ഥർ തടഞ്ഞത്. ഇരിങ്ങാലക്കുട ഡാണ ചന്തക്കുന്ന് റോഡ് വികസനം 1 വർഷം പിന്നിട്ടിട്ടും ആരംഭിക്കാനായില്ല. കുഴികൾ രൂപപ്പെട്ട റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറാകാതെ അധികൃതർ. കർക്കിടക വാവുബലി തർപ്പണം നാളെ. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും ഒരുങ്ങി. സുരക്ഷയൊരുക്കി പോലീസ്. കോടാലി മുരിക്കുങ്ങലിലേക്കുള്ള റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. അപകട ഭീതിയിൽ യാത്രക്കാർ. കെട്ടിടം അപകടാവസ്ഥയിലായതോടെ കുണ്ടൂരിലെ തിരുമുക്കളം ഗ്രാമീണ വായനശാലയുടെ പ്രവർത്തനം നിലച്ചു. ചോർന്നൊലിച്ച് ജീർണാവസ്ഥയിലായ ഇരുനില കെട്ടിടം അടച്ചിട്ടിട്ട് 1 വർഷം പിന്നിടുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.